നമസ്കാരം. ഞാൻ ഈ പറയുന്നത് മൊത്തം കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ. ജൂൺ മാസമാണ്. 1-ാം തീയതി തൊട്ട് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും കലാലയങ്ങളും തുറന്നിരിക്കുകയാണ്. എല്ലാ വീടുകളിലും അതിൻ്റെതായ ഒരു തിരക്കായിരിക്കും ജൂൺ 1 മുതൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിനും കോളേജിൽ അയക്കുന്നതിനുമൊക്കെയുള്ള. അപ്പോൾ ആ തിരക്കുകൾ പ്രകടമാകുന്നത് നിരത്തുകളിലാണ്. നമ്മുടെ റോഡുകളിൽ 9-10 മണി വരെ നല്ല തിരക്കായിരിക്കും. ഒപ്പം തന്നെ ഓഫീസുകളിലും മറ്റു ജോലിക്കായി പോകുന്ന അവരുടെ തിരക്ക്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്നും പോകുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി സ്കൂളുകളിൽ എത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ ഓരോരുത്തരും അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നടക്കൂ. ഇപ്പോൾ കുറെ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സുകളിൽ സ്കൂളുകളിൽ എത്തുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ സിറ്റി ബസ്സിൽ സ്കൂളിൽ എത്തുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുകൂടാതെ മക്കളെ വാഹനങ്ങളിൽ 2 വീലറിലും 4 വീലറിലും സ്കൂളുകളിൽ എത്തിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അങ്ങനെയുള്ളവരോടാണ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടി 2 വീലറിൽ സ്ത്രീകളായിട്ടുള്ള അമ്മമാര് വാഹനം എടുത്ത് റോഡിലൂടെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് അവർ പോകുന്നത്. തെറ്റല്ല, അവരുടെ തെറ്റല്ല. ചിലപ്പം വെക്കേഷൻ ടൈമിൽ ഒരു 2 വീലർ എടുത്ത് അവരത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ സ്വന്തമായിട്ട് കൊണ്ടാക്കാം എന്നുള്ള ഒരു ധാരണയിലായിരിക്കും അവര് പിന്നെ സ്വന്തമായിട്ട് അവരെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഡ്രൈവിങ്ങിലുള്ള ആ ഒരു പരിചയക്കുറവ് കൊണ്ട് ചിലപ്പോൾ അവർ റോഡിലൂടെ പോകുമ്പോൾ പുറകിൽ വരുന്ന നമുക്ക് അത് ഒരു അലോസരമായിട്ട് തോന്നും. നമ്മൾ അന്നേരം ഹോൺ അടിക്കും, അവർ പാനിക്കാവും, ചിലപ്പോൾ വീണ് ഒരു അപകട സാധ്യതയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അവരുടെ മക്കളെ സുരക്ഷിതരായിട്ട് സ്കൂളുകളിൽ എത്തിക്കട്ടെ. പുറകിൽ വരുന്ന നമ്മൾ ഒന്ന് ബ്രേക്ക് ചവിട്ടിയോ ഒരിച്ചിരി നേരം ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർ ഓടി അങ്ങ് പോകും. ഒന്ന് ക്രോസ് ചെയ്യാനാണെങ്കിലും അവരങ്ങ് ക്രോസ് ചെയ്ത് പൊയ്ക്കോളും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസുകളിലും മറ്റു ജോലിക്കുമായിട്ട് പോകുന്ന എല്ലാവരും ഒരല്പം നേരത്തെ, ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലയിടങ്ങളിലും നമ്മൾ പോകുന്ന വഴിയിൽ പല റോഡുകളിലും ഈ ഒരു പീക്ക് ടൈമിൽ ട്രാഫിക് ജാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 9 മണിക്ക് ഇറങ്ങുന്ന ആള് ഒരു 8:50 അല്ലെങ്കിൽ ഒരു 8:45 ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്കിൽ പെട്ടാലും നമുക്ക് മരണപ്പാച്ചിൽ പായേണ്ടി വരത്തില്ല. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വലിയ ലോറികളൊക്കെ ഓടിക്കുന്ന ചേട്ടന്മാരുണ്ട്, ടിപ്പർ ലോറി ഓടിക്കുന്നവരുണ്ട്. ടിപ്പർ ലോറി ഓടുന്നത് സ്കൂൾ ടൈമിൽ നേരത്തെ തന്നെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ആ ടൈം, സ്കൂൾ ടൈം പീരീഡിൽ നിങ്ങൾ വാഹനം ഓടിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യപ്രദമായിട്ട് തോന്നുന്നത് അവിടെ വാഹനം ഒതുക്കുക, നിങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യുക. നമ്മുടെ മക്കളെല്ലാം റോഡിലൂടെ പോകുന്നവരാണ്. എല്ലാവരും അപകടമുണ്ടാകാതെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള വാഹനങ്ങൾ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ വ്യാപ്തി വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ടൈമിൽ പരമാവധി നിങ്ങൾക്ക് എവിടെയാണോ ഒതുക്കി റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഒതുക്കുക, നിങ്ങൾ റെസ്റ്റ് എടുക്കുക. സ്കൂൾ ടൈം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി തുടരുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ വീടുകളിൽ നിന്നും കുഞ്ഞുങ്ങൾ പോകുന്നുണ്ട് സ്കൂളുകളിലേക്ക്. അവരെല്ലാം സുരക്ഷിതമായിട്ട് സ്കൂളിലെത്തണം, പഠിക്കണം. നാളെയുടെ ഒരു വാഗ്ദാനമായിട്ട് അവര് സമൂഹത്തിലേക്ക് ഇറങ്ങണം. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഒരു പക്ഷെ, എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ട്രാഫിക് പോയിന്റിൽ നിന്നപ്പോൾ കണ്ട വെപ്രാളപ്പെട്ട് ഓരോ 2 വീലറുകൾ വരുന്ന കണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ എനിക്ക് തോന്നിയത്. കാരണം ഈ സ്കൂൾ ടൈം ബെല്ലടിക്കുന്നതിന് മുമ്പ് അച്ഛനല്ലേ അമ്മ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കാൻ വേണ്ടി നല്ല വേഗതയിലാണ് വരുന്നത്. അപ്പൊ ഇട റോഡിൽ നിന്നൊക്കെ ചില വണ്ടികൾ വരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്നു. അപ്പൊ അതൊരു അപകടത്തിലേക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും, എന്നെ ഈ കേൾക്കുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തർ വിചാരിച്ചാൽ ഇത് കറക്റ്റായിട്ട് പോകാൻ പറ്റും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക.